ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി മഹാരാഷ്ട്രയിലും ബീഹാറിലും സീറ്റ് വിഭജന ചർച്ചകളിൽ തീരുമാനമാകാതെ ദേശീയ ജനാധിപത്യ സഖ്യം. ഉത്തർപ്രദേശിൽ RLDയെയും SBSPയെയും ഉൾപ്പെടുത്തി യോഗി ആദിത്യനാഥ് മന്ത്രിസഭ വികസിപ്പിക്കും. അസമിൽ സീറ്റ് വിഭജനത്തിലെത്തിയെങ്കിലും ഹരിയാനയിൽ BJP-JJP സഖ്യത്തിൽ സീറ്റ് ധാരണ ഉണ്ടായിട്ടില്ല. NDA സഖ്യകക്ഷികളുടെ സീറ്റ് വിഭജനത്തിൽ തീരുമാനമാകാത്തത് പല സംസ്ഥാനങ്ങളിലും BJPയുടെ സ്ഥാനാർത്ഥി നിർണയത്തെയും ബാധിച്ചിട്ടുണ്ട്. 80 സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ BJP 74 സീറ്റിലും രാഷ്ട്രീയ ലോക്ദളും അപ്നാദളും 2 സീറ്റുകളിൽ വീതവും SBSPയും നിഷാദ് പാർട്ടിയും ഓരോ സീറ്റുകളിലും മത്സരിക്കും. ബീഹാറിലും മഹാരാഷ്ട്രയിലും സീറ്റ് വിഭജന ചർച്ചകൾ എങ്ങും എത്തിയിട്ടില്ല. സീറ്റ് വിഭജന ചർച്ചകൾ സംസ്ഥാന തലത്തിൽ പൂർത്തിയാക്കാനാണ് BJP ദേശീയ നേതൃത്വം നൽകിയിട്ടുള്ള നിർദ്ദേശം. കർണാടകയിൽ BJP-JDS സീറ്റ് ധാരണയിലും അന്തിമ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ആന്ധ്രാപ്രദേശിൽ TDPയും ജനസേനയുമായുള്ള സഖ്യത്തിലും തീരുമാനമായിട്ടില്ല. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സീറ്റ് വിഭജന ചർച്ചകൾ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. കേരളത്തിലെ മണ്ഡലങ്ങളടക്കം 100-ലധികം സീറ്റുകളുടെ സ്ഥാനാർത്ഥി നിർണയം BJP പൂർത്തിയാക്കിയതായാണ് വിവരം. തിരുവനന്തപുരം സീറ്റിലേക്ക് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരയും പരിഗണിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. എന്നാൽ ലോക്സഭയിൽ മത്സരിക്കുമെന്നും സീറ്റ് നേതൃത്വം തീരുമാനിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മലയാളിയാണ്, എവിടെയും ജനങ്ങളെ സേവിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മത്സരിക്കും, ലോക്സഭയിൽ മത്സരിക്കും. എൻ്റെ ലീഡേഴ്സ് എവിടെ എന്നെ അയക്കുന്നത് അവർ തീരുമാനിക്കും. മലയാളിയാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ പോയില്ല, ഞാനൊരു ബാംഗ്ലൂരിലാണ് വീട്, അപ്പോൾ അങ്ങോട്ട് പോയില്ല, അങ്ങനെ എൻ്റെ ഒരു ഫീലിംഗ് ഇല്ല. ഞാനൊരു ട്രൂ നാഷണലിസ്റ്റ് ഇന്ത്യനാണ്. എനിക്ക് എവിടെയും പോയിട്ട് ആൾക്കാരെ സെർവ് ചെയ്യാനും ജനങ്ങളെ സെർവ് ചെയ്യാനും എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ ഞാൻ ചെയ്യും. നേതൃത്വം പ്രകടനം വിലയിരുത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രമന്ത്രിമാരടക്കം ചില മുതിർന്ന നേതാക്കളെ ഇത്തവണ മത്സര രംഗത്ത് നിന്ന് ഒഴിവാക്കുന്നതിനും സാധ്യതയുണ്ട്. സിനിമ, കായിക മേഖലകളിൽ നിന്നുള്ളവരെ BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചേക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി.